നമസ്കാരം, ജീവധാരയിലേക്ക് സ്വാഗതം. ലക്ഷ്മീ കൗസ്തുഭപാരിജാതകസുരാ ധന്വന്തരിശ്ചന്ദ്രമാ ധേനുകാമദുഘാസുരേശ്വരഗജോ ब्रह्मादिदेवाङ्गना अश्वः सप्तमुखो विषं हरिधनु शङ्खो मृतं चाम्बुदे रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम्. ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം പ്രമേഹത്തെക്കുറിച്ചാണ്. അപ്പം പ്രമേഹം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പ്രമേഹം എന്താണ്, അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളതെല്ലാം നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതെന്തുകൊണ്ട് ചുരുക്കാൻ പറ്റുന്നില്ല? ഇപ്പോഴത്തെ ഒരു പഠനത്തിൽ പറയുന്നത് നമ്മൾ വടക്കേ ഇന്ത്യയെക്കാളും തെക്കേ ഇന്ത്യയിലാണ് കൂടുതലായിട്ട് പ്രമേഹ രോഗികൾ കണ്ടുവരുന്നത്. അത് കാരണം എന്താണ്? കാരണം തെക്കേ ഇന്ത്യയിലാണ് നമ്മൾ കൂടുതലും അരി ആഹാരം കൂടുതലായിട്ട് കഴിക്കുന്നത്. ഇപ്പം തെക്കേ ഇന്ത്യ എന്ന് പറയുമ്പം നമ്മളുടെ കേരളത്തിലാണ് നമ്മൾ കൂടുതലായിട്ടും അരി ആഹാരം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയിരുന്നാലും കാപ്പിക്ക് നമ്മൾ അരി ആഹാരമായിരിക്കും. അതുപോലെ ഉച്ചയ്ക്ക് ചോറ് നിർബന്ധമാണ്. വൈകിട്ടായിരുന്നാലും അതുപോലെ ചപ്പാത്തിയോ അരി ആഹാരമോ അങ്ങനെ എന്തെങ്കിലുമായിരിക്കും. പക്ഷേ നമ്മൾ ബാക്കിയുള്ള തെക്കേ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇപ്പോൾ കർണാടകയിലോ തമിഴ്നാട്ടിലോ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അരി ആഹാരത്തിൻ്റെ കൂടെ തന്നെ അവർ ജോവാറും ബാജ്രയും പിന്നെ അതുപോലെ ചെറിയ ധാന്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അത് അരി ആഹാരവും നമ്മളെ ഗോതമ്പിൻ്റെ ആഹാരവും മാത്രമേ നമുക്കറിയാവുന്നുള്ളൂ. അത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞൂടാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പം പ്രമേഹം നമ്മൾ പതുക്കെ ഈ ആഹാര രീതിയിൽ മാത്രം നമുക്ക് കൺട്രോൾ ചെയ്താലേ നമുക്ക് പ്രമേഹത്തെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി പ്രമേഹം മുമ്പുള്ള ആൾക്കാരിൽ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. പണ്ടത്തെ ആൾക്കാരിലാണെങ്കിൽ പ്രമേഹം വലിയ പ്രമാണികൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അവർ 2 നേരത്തെ ആഹാരവും അതുപോലെ വ്യായാമം എന്ന് പറയുമ്പം അവരുടെ ജോലിക്ക് ദേഹം അനങ്ങിയുള്ള വ്യായാമമായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പ്രമാണികൾക്കോ അവർ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും അവരുടെ ആഹാര രീതികളായിരുന്നാലും പണത്തിനനുസരിച്ചുള്ള ആഹാര രീതികളായിരുന്നു. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തെ ശ്രദ്ധിച്ചുമില്ല, അവർ സുഖലോലുപമായി ജീവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിനെ ഒരു റിച്ച് മാൻസ് ഡിസീസായിട്ട് കണ്ടുകൊണ്ടിരുന്നത് പണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്തോ നമ്മളുടെ ഓരോരുത്തരുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആളുകളിൽ ഇപ്പം നമ്മൾ ഓരോ വീട്ടിൽ ഓരോ ആൾക്കെങ്കിലും നമ്മൾക്ക് പ്രമേഹം ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ വന്നിരിക്കുന്നത് ഇപ്പം എത്ര പൈസ ഇല്ലാത്ത ആൾക്കാർക്കായിരുന്നാലും അവർ കൂടുതലും കഴിക്കുന്ന ആഹാരങ്ങൾ അപ്പോഴെന്ത് കിട്ടുന്നോ അതായിരിക്കും അവർ ആഹാരം കഴിക്കുന്നത്. നമ്മൾ മാനസികമായിട്ടുള്ള സംഘർഷത്തെയോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നത്തെയോ നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ പ്രമേഹം ശരിക്കും പറഞ്ഞാൽ പല രീതിക്കുമുണ്ട്. എന്നുവെച്ചാൽ ചിലർക്ക് കുടുംബ പാരമ്പര്യം കാരണം വരും, ചിലർക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സംഘർഷം കാരണം വരും. ഇപ്പോഴത്തെ ജോലി അവസ്ഥയും അങ്ങനെയാണ്. ഇപ്പോഴത്തെ ജോലി അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നു, ഫോൺ യൂസ് ചെയ്യുന്നു. പിള്ളേരായിരുന്നാലും അങ്ങനെയാണ്. ഇപ്പോൾ അതൊക്കെ കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം വരാൻ കാരണം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് നോക്കുമ്പം നമ്മളുടെ അമ്മൂമ്മമാർക്ക് അപ്പൂപ്പന്മാർക്ക് അവർക്ക് ഒരു വയസ്സാവുമ്പോഴാണ് പ്രമേഹം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇക്കാലത്തോ 30 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 25 വയസ്സാകുമ്പോഴേക്കും തന്നെ നമുക്ക് ഷുഗർ ബാധിക്കുന്നു. അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ ഒരു തിരിച്ചറിവുണ്ട്, പ്രമേഹം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അത് കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നാലും നമ്മളതിൽ ശ്രദ്ധിക്കാറില്ല. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് നമ്മുടെ ബോഡിയിൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ അബ്സോർപ്ഷൻ, അസിമുലേഷൻ അല്ലെങ്കിൽ അതായത് നമ്മളുടെ ദഹനക്രിയകൾ നമ്മൾക്ക് നല്ലോണം ദഹിച്ച് പോകുന്നുണ്ടോ, അത് നമ്മൾ ദഹിക്കുന്നത് ആ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ അതിൽ വരുന്ന ആ ഒരു നല്ല ഭക്ഷണത്തിൽ നിന്ന് വരുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവയവങ്ങളിൽ അത് പിടിച്ചെടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു ശ്രദ്ധയും കൊടുത്ത് നമ്മൾ നല്ലൊരു ആഹാര രീതി കഴിച്ചിരുന്നാലേ നമുക്ക് ദഹനക്രിയകളും നമുക്ക് അതുപോലെ നല്ലൊരു മെറ്റബോളിസത്തെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ലൊരു മെറ്റബോളിസം ഉണ്ടായിരുന്നാലേ
നമുക്ക് ഒരു ഏതൊരു പ്രമേഹം എന്ന് മാത്രമല്ല ബാക്കിയുള്ള ഏത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലാതെ ഇപ്പം ഏതൊരു അസുഖങ്ങളായിരുന്നാലും ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം പ്രമേഹം തന്നെ ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് ഇൻസുലിൻ എടുക്കാത്തവരുണ്ട്. ഇൻസുലിൻ എടുക്കുന്നവർ തന്നെ ചിലപ്പം ചില ആരോഗ്യാവസ്ഥകൾ കാരണമായിരിക്കും ഇൻസുലിൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ചിലവർക്കാണെങ്കിൽ ആരോഗ്യം കുഞ്ഞിലെ ഇതുപോലെ ഇമ്മ്യൂണിറ്റി ബാധിതമായി അങ്ങനെ പ്രമേഹം വരുന്നവരുണ്ട്. പിന്നെ മിക്കതും നമ്മൾ കാണുന്നത്, അതായത് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഒരു 90% ആൾക്കാരിൽ കാണുന്നത് ആഹാര കാരണം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള പ്രശ്നം കാരണം വരുന്ന പ്രമേഹമുണ്ട്. അപ്പം ഇതിൽ ഈ പ്രമേഹത്തെ നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യണം. കറക്റ്റായിട്ട് നമ്മളത് തിരഞ്ഞ് നോക്കേണ്ടത് നമ്മളെ ഒരു ഡോക്ടറിൻ്റെ ആവശ്യമാണ്. അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ, അതായത് ഇപ്പം ഭയങ്കരമായിട്ട് ദാഹം കൂടുന്നു, അല്ലെങ്കിൽ രാത്രി മൂത്രമൊഴിപ്പിൻ്റെ അളവ് കൂടുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു, ഒരു കാരണമില്ലാതെ വണ്ണം കുറയുന്നു, അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ തലവേദനിക്കുന്നു, കണ്ണ് ഒരുമാതിരി മഞ്ഞളിക്കുന്നു, അങ്ങനത്തെ ഉള്ള ഓരോ ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോഴേക്കും തന്നെ നമ്മളത് നിർണ്ണയിക്കാൻ നമ്മളൊരു ഫിസിഷ്യനൊക്കെ പോയി കാണണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനൊക്കെ പോയി കാണുക. അങ്ങനെ ഡോക്ടറിനെ പോയി കണ്ടതിന് ശേഷം 2-3 തവണ നമ്മളുടെ ഷുഗറിൻ്റെ അളവ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് HbA1c നോക്കുന്നത്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്നത്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കഴിഞ്ഞ് നമ്മൾ ആഹാരം കഴിച്ചിട്ട് ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഷുഗർ നോക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കിയിരുന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അത് പ്രമേഹമാണോ അതോ വേറെ എന്തെങ്കിലും അസുഖമാണോ എന്ന് നമുക്ക് കറക്റ്റായി തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രമേഹത്തെ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഡോക്ടർ പറയുന്ന രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വേണം നമ്മൾ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ. ഇപ്പം നമ്മൾ പ്രമേഹം അഥവാ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഹാര രീതി നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പലതരം കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത്. ആഹാരം എന്ന് മാത്രമല്ല വ്യായാമവും കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 80% ആഹാരത്തിലാണ് അല്ലെങ്കിൽ 80% ന്യൂട്രീഷനിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ബാക്കി 20% നമ്മൾ വ്യായാമത്തിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഇപ്പം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ കൊണ്ടുപോവുകയാണ്, നല്ലൊരു വ്യായാമം ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ ഇതുപോലെ സ്ട്രോക്കോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി അങ്ങനെ പല അസുഖങ്ങളായിട്ട് വന്നു ചേരുന്നു. അതെന്താണ് കാരണം? അത് നമ്മളുടെ മെൻ്റൽ ഹെൽത്താണ്, അതായത് നമ്മളുടെ മാനസികമായുള്ള സംഘർഷം കാരണമാണ്. നമ്മൾ ഇപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ മാനസികമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ ഒരു അസുഖത്തെ നമുക്ക് വെല്ലാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതെല്ലാം തിരിച്ചറിയണം. നമ്മൾ ശാരീരികമായി നോക്കുന്നതിനേക്കാളും നമ്മൾ മാനസികമായിട്ട് നമ്മൾ ആ ഒരു സംഘർഷത്തെ പിരിമുറുക്കത്തെ നമ്മളൊന്ന് കുറയ്ക്കുക. ഇതിങ്ങനെ ഈ 3 ഘട്ടത്തിൽ, അതായത് നമ്മൾ വ്യായാമം, അത് ഫിസിക്കലായിട്ടും നമ്മൾ മെൻ്റലായിട്ടും സ്പിരിച്വലായിട്ടും നമ്മൾ 3നെയും കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിരുന്നാലേ നമുക്ക് പ്രമേഹത്തെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം ഇനി നമുക്ക് ഈ പ്രമേഹം എങ്ങനെ നമുക്ക് പ്രകൃതി ചികിത്സയിൽ തിരിച്ചു കൊണ്ടുവരാമെന്ന് നോക്കാം. ഇപ്പോൾ പ്രകൃതി ചികിത്സയിൽ നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ പഞ്ചമഹാഭൂത തിയറി അനുസരിച്ചാണ്, അതായത് പഞ്ചമഹാഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ വസിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ വസിക്കുന്നതെന്ന് വെച്ചാൽ അതിന് എന്തൊക്കെ സാമ്യം, അതായത് ഭൂമി നോക്കുമ്പോൾ നമ്മളുടെ എല്ല്, നഖം, മുടി ഇതൊക്കെ സാമ്യമാകുന്നു. അതുപോലെ നമ്മൾ ജലം നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉമിനീര്, നമ്മളുടെ രക്തത്തിൽ നിന്ന് വരുന്ന പ്ലാസ്മ ഇതൊക്കെ അതിന് സാമ്യമാകുന്നു. അത് കഴിഞ്ഞ് അഗ്നി എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈജസ്റ്റീവ് ജ്യൂസസ്, അതായത് HCl, പെപ്റ്റിക് ആസിഡ് ഇതൊക്കെയാണ് നമ്മളുടെ അഗ്നിയായിട്ട് സാമ്യമാകുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് ആകാശം. ആകാശം എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള എംപ്റ്റി ആയിട്ടുള്ള സ്പേസസ്, അതായത് സൈനസ് ഏരിയകൾ, ആ ഭാഗത്ത് ഒന്നും കാണത്തില്ല, എംപ്റ്റി സ്പേസസ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ വായു എന്ന് പറയുമ്പം നമ്മൾ ശ്വസിക്കുന്ന ജീവശ്വാസം, നമ്മൾ ശ്വസിക്കുന്നത് ലങ്സിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യണതും എക്സെയിൽ ചെയ്യണതും ആ ഒരു ഓക്സിജൻ, അതിനാണ് നമ്മൾ വായുവായിട്ട്. അപ്പം ഈ പ്രകൃതി ചികിത്സയിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ പഞ്ചമഹാഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൂടുകയോ കുറയോ ചെയ്യുകയാണെങ്കിലാണ് നമുക്കൊരു അസുഖം വന്നു ചേരുന്നത്. ഇനി നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രകൃതി ചികിത്സ രീതിയാണ് മണ്ണിൻ്റെ ചികിത്സ. അത് മഡ് തെറാപ്പി എന്ന് പറയും. ഈ മഡ് തെറാപ്പി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ലാർജസ്റ്റ് ഓർഗനാണ് നമ്മൾ സ്കിന്ന്. അപ്പോൾ സ്കിന്നിനെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാനാണ്. അതായത് നമ്മൾ ഇത് തേക്കുമ്പോൾ ആ തണുപ്പ് കാരണം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും നമ്മളുടെ ആ ബ്ലഡ് സർക്കുലേഷൻ കാരണം ഈ മണ്ണ് തേച്ച് അത് തണുത്ത് ഉറഞ്ഞു വരുമ്പോഴേക്കും നമ്മളുടെ സ്കിന്നിൻ്റെ അകത്തുള്ള ടോക്സിൻസ് ആയിട്ടുള്ള അസുഖപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിച്ച് അത് കളയുന്നതാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ റിലാക്സ് ചെയ്യേണ്ടതെന്ന്
അപ്പോൾ പ്രകൃതി ചികിത്സയിൽ എങ്ങനെയാണ് ഈ പ്രമേഹത്തെ നമ്മൾ കാണുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പ്രമേഹം വെറുതെ ഇരിക്കുന്ന ഒരാളിൽ വന്ന് പിടിപെടാറില്ല. ഇപ്പോൾ അത് 3 ഘട്ടങ്ങളായിട്ട് നോക്കാം. ഇപ്പോൾ ഒരു ഘട്ടം എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മൾ ഇരുന്നുള്ള ജോലി കാരണം, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ആഹാര ക്രമീകരണം ഒന്നും ഇല്ലാത്തൊരു ശീലം, മാനസികമായിട്ടുള്ള സംഘർഷം, അങ്ങനെയുള്ള കാരണങ്ങളാണ് ലെവൽ 1 നമുക്ക് കണക്ക് കൂട്ടാം. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ കുടുംബങ്ങൾക്ക് ഉള്ള ഒരു ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വന്നു ചേരാം. പക്ഷേ എന്ന് പറഞ്ഞ് നമുക്ക് അച്ഛനമ്മയ്ക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഞാൻ ശ്രദ്ധിച്ചാലും എനിക്കത് വരും അങ്ങനത്തെ ഉള്ള ചിന്താഗതി മാറ്റിയിട്ട് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വയ്ക്കാതെ നമുക്ക് അസുഖം വന്ന് പിടിപെടാതിരിക്കാനുള്ള ഒരു ഘട്ടമാണ് നമ്മൾ നോക്കി വയ്ക്കേണ്ടത്. അതിനാണ് നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ലെവൽ 2 നോക്കിക്കഴിഞ്ഞാൽ, ലെവൽ 2 എന്ന് പറയുമ്പം നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പാൻക്രിയാസിൻ്റെ ബീറ്റ സെൽസിന് എന്തെങ്കിലും ഒരു രോഗമുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ആ ബീറ്റ സെൽസിന് എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി പ്രശ്നമായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, ആ സെൽസ് നേരെ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ നേരെ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോർമോണൽ ഇംബാലൻസസോ അതൊക്കെ കാരണവും നമുക്കിതുപോലെ പ്രമേഹം വന്നു ചേരാം. അപ്പോൾ ഈ പ്രമേഹം വന്നു ചേർന്നാലും നമുക്കിപ്പോൾ ഒരു പേഷ്യൻറ്റിന് നമുക്ക് കിട്ടുകയാണെങ്കിൽ, പ്രകൃതി ചികിത്സ കിട്ടുകയാണെങ്കിൽ, അവർ ഓൾറെഡി ഗുളിക കഴിക്കുന്നവരാണ് അവർ വരുന്നത്. ഗുളിക കഴിക്കുന്നവരെ അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു ഇത്. അതായത് മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതി ചികിത്സയിൽ എങ്ങനെ കൊണ്ടുവരാമെന്നാണ്. മരുന്ന് കഴിച്ചോടുകൂടെ തന്നെ നമ്മൾ പേഷ്യൻസിന് ഇതുപോലെ നല്ല ആഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് അത് ശീലിപ്പിക്കുകയും രാവിലെ ഉറക്കം എണീക്കുന്നതും നേരത്തെ കൂട്ടി നമ്മൾ ഉറങ്ങുന്നതും ആ ഒരു സ്ലീപ്പ് സിർക്കാഡിയൻ റിതം എന്ന് പറയും, ആ സിർക്കാഡിയൻ റിതത്തെ നമ്മൾ ശരിയാക്കുന്നതും കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുന്നതും കറക്റ്റായിട്ടുള്ള വ്യായാമം നമ്മൾ ചെയ്യുന്നതും ഇതെല്ലാം ഒന്ന് പ്രകൃതി ചികിത്സയിൽ കൊണ്ടുവന്നാലേ നമുക്ക് ഇപ്പോൾ പേഷ്യൻ്റ് മെറ്റ്ഫോമിനോ അല്ലെങ്കിൽ ഗ്ലിമിപ്രൈഡോ അങ്ങനെ ഗുളിക കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അളവിനെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അളവിനെ കുറച്ച് കൊണ്ടുവരുമ്പം നമ്മൾ ഇതുപോലെ അവരുടെ ഷുഗർ നോക്കിയതിന് ശേഷം മാത്രമേ പതുക്കെ അവർക്ക് ഇനിയും ഇതേപോലത്തെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ കുറയുമോ എന്ന് നമുക്ക് നിർണ്ണയിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഒരു പ്രകൃതി ചികിത്സ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു നാച്ചുറോപ്പതിയിൽ നമ്മളൊരു പ്രകൃതി ചികിത്സ രീതിയിൽ നമ്മൾ പ്രമേഹത്തെ കൊണ്ടുവരുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ആഹാര രീതി എന്ന് പറഞ്ഞപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ മാറ്റേണ്ടത്? അതിനെയാണ് നമ്മൾ ഈ ചെറിയ ധാന്യങ്ങൾ ഉപയോഗിക്കുന്നത്. ചെറിയ ധാന്യങ്ങൾ എന്ന് പറയുമ്പം ഇപ്പം നമുക്കറിയാമെന്നുള്ളത് വെറും രാഗി മാത്രമാണ്, നമ്മൾ ഉപയോഗിക്കുന്നതും രാഗി മാത്രമാണ്. രാഗി ഉപയോഗിക്കേണ്ടെന്നല്ല, രാഗി ഉപയോഗിക്കുക. രാഗിയുടെ കൂടെ തന്നെ വേറെയും കുറേ മില്ലറ്റ്സ് ഉണ്ട്. ലിറ്റിൽ മില്ലറ്റ്, കോഡോ മില്ലറ്റ്, ബാർണിയാർഡ് മില്ലറ്റ്, അങ്ങനെ ബ്രൗൺ ടോപ്പ് മില്ലറ്റ്, അങ്ങനെ പലതരം മില്ലറ്റുകളുണ്ട്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. നമുക്ക് ഇനി അരി പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ, എനിക്ക് അരി ഇല്ലാതെ പറ്റില്ല, അങ്ങനത്തെ ഉള്ളൊരു മാനസിക ആ ഒരു പിരിമുറുക്കത്തെ മാറ്റിയിട്ട് നമ്മൾ പതുക്കെ ഈ മില്ലറ്റിനെ നമ്മൾ ഉപയോഗിച്ച് നോക്കാം. ആ മില്ലറ്റ് നമ്മൾ അരിയെ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അരിയെ പോലെ തന്നെ നമുക്ക് ചോറിന് പകരമായിട്ട് നമുക്ക് വേവിച്ച് ഉച്ചയ്ക്കുള്ള ചോറിന് പകരമായിട്ട് അത് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് അതന്നെ ബിരിയാണി പോലെ ഉണ്ടാക്കാൻ പറ്റും. അത് വെച്ച് തന്നെ നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ദോശ, ഇഡ്ഡലി, എന്തെന്ന് വെച്ചാൽ പല വെറൈറ്റീസിൽ അരിയെ എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ അരിയും ഇതും വേണ്ടാന്ന് പറയുന്നു? ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മില്ലറ്റിലും അതേപോലെ തന്നെയാണ്, ഷുഗറിൻ്റെ അളവ് അതേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ മില്ലറ്റിൽ നമുക്ക് അതിനാവശ്യമുള്ള പ്രോട്ടീനുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അരി നോക്കുമ്പം ജസ്റ്റ് കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ. അതും നമ്മൾ തവിടുള്ള അരി ആയിരിക്കില്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്നത് പോളിഷ്ഡ് ആയിട്ടുള്ള അരിയോ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന അരിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ദോഷഫലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഈ ധാന്യങ്ങൾ ഈ ചെറുധാന്യങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ദഹിക്കുകയില്ല. അരിയാണെങ്കിൽ പെട്ടെന്ന് ദഹിച്ചു പോവുകയും ചെയ്യും. ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ അവർക്ക് വീണ്ടും എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അതുപോലെ ഷുഗർ പെട്ടെന്ന് കൂടുകയും ചെയ്യും. പക്ഷേ ഈ ചെറുധാന്യത്തിൽ നിന്നാണെങ്കിൽ നമുക്കത് കഴിക്കുമ്പം അത് അങ്ങനെ വയറിൽ നിൽക്കുകയും നമുക്ക് അധികം വിശപ്പും തോന്നാതെ നമ്മൾക്ക് ആവശ്യമുള്ള പ്രോട്ടീനും കിട്ടും. എല്ലാം നമുക്ക് ആ ഭക്ഷണത്തിൽ നമുക്ക് ഒരു പ്രമേഹ രോഗിക്ക് വേണമെന്നുള്ളതെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം പ്രമേഹ രോഗി കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു മില്ലറ്റ് കഴിക്കുകയാണെങ്കിൽ മില്ലറ്റിൻ്റെ കൂടെ തന്നെ പയറ് വർഗ്ഗങ്ങളും നിറയെ കഴിക്കേണ്ടതാണ്. പ്രോട്ടീൻ കൺസപ്ഷൻ
എന്നൊക്കെ പ്രോട്ടീൻ്റെ അളവ് നമ്മൾ കൂട്ടണം. പ്രോട്ടീൻ്റെ അളവ് ഇപ്പം വെജിറ്റേറിയൻ ഫുഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെജിറ്റേറിയനിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ടോഫു അല്ലെങ്കിൽ സോയാബീൻ്റെ എന്തെങ്കിലും വേവിച്ചത്, അതുപോലെ പച്ചപ്പയർ വേവിച്ചത്, മുളപ്പിച്ച് നമുക്ക് അതുപോലെ കറി ഉണ്ടാക്കാൻ പറ്റും. കടല വേവിച്ചത് അല്ലെങ്കിൽ കടല കടുവറുത്തത്, അങ്ങനെ എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരം അതുമാത്രമായിട്ട് ആക്കണം. അതുമാത്രമായിട്ട് ആക്കിയിരുന്നാലേ ആ പ്രോട്ടീൻ്റെ അളവ് കൂടി നമുക്ക് നമ്മളുടെ ഷുഗറിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ബാലൻസിൽ നമ്മൾ കൊണ്ടുവന്നിരുന്നാൽ ദിവസവും നമ്മളതൊരു ജീവിതശൈലിയായി മാറ്റണം. അങ്ങനെ മാറ്റിയിരുന്നാലേ നമുക്ക് പ്രമേഹത്തെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നിറയെ വെള്ളം കുടിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഷുഗർ അടിഞ്ഞുകൂടുന്നതൊക്കെ നമ്മുടെ കിഡ്നിയിലും അതുപോലെ നമ്മുടെ തലച്ചോറിലും പിന്നെ അതുപോലെ കണ്ണിൽ, അതുപോലെ ഹൃദ്രോഗം, അങ്ങനെ ഹൃദയത്തിൽ, അങ്ങനെ ഓരോ രോഗങ്ങളായിട്ട് മാറുന്നത് ഈ ഷുഗർ അടിഞ്ഞുകൂടുമ്പോഴാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുകയും അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ശൈലിയെ ഒന്ന് മാറ്റിയെടുക്കണം. ആഹാരത്തിൻ്റെ കൂടെ തന്നെ വെള്ളവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം പ്ലാന്റ് ഇൻസുലിൻ എന്ന് പറയുന്ന പല ജ്യൂസസും നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ജ്യൂസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിറ്റർ ഗാർഡ് ജ്യൂസ്, നമുക്ക് എന്ന് വെച്ചാൽ പാവയ്ക്ക ജ്യൂസ്, പാവയ്ക്കയുടെ ജ്യൂസ്, അതുപോലെ കുമ്പളങ്ങയുടെ ജ്യൂസ്, അങ്ങനെ നമുക്ക് ഈ വാഴത്തടയുടെ ജ്യൂസ്, ഇതൊക്കെ നമ്മൾ കുടിച്ചിരുന്ന അതൊക്കെ ഡയൂറിറ്റിക്കാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഗുളിക, കിഡ്നിക്ക് വേണ്ടി ഒരു ഗുളിക നമ്മൾ കഴിക്കുന്നത് എന്തിനാണ്? നമുക്ക് ആ ഒരു ആസിഡായിട്ടുള്ള രക്തത്തെ നമ്മളൊന്ന് പുനരുദ്ധാരണം ചെയ്ത് കൊണ്ടുവരുന്നത് ബ്ലഡ് പോലെയാണ്, ബ്ലഡിനെ കൊണ്ടുവരുന്ന പോലെയാണ് ഈ ഡയോറിറ്റിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഡയോറിറ്റിക്സ് നമ്മുടെ പ്ലാന്റിൽ എന്തൊക്കെയാണുള്ളത്? അതാണ് ഈ കുമ്പളങ്ങയും ബാർലി, അതുപോലെ വാഴത്തടയുടെ ജ്യൂസ്, ഇങ്ങനെയൊക്കെ ഓരോ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും നമ്മളുടെ ശരീരത്തിലുള്ള ഷുഗറിൻ്റെ അളവും നമ്മൾ ആസിഡിൻ്റെ അളവും ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്. പ്രകൃതി ചികിത്സാ രീതിയിൽ ജ്യൂസ് തെറാപ്പി എന്നുള്ളൊരു ചികിത്സാ രീതിയുണ്ട്. ആ ചികിത്സാ രീതിയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മൾ പലതരം ജ്യൂസുകൾ കൊടുക്കാറുണ്ട്. ഇപ്പം പലതരം ജ്യൂസുകൾ എന്ന് പറയുമ്പം ഇപ്പം ഇവിടെ കുമ്പളങ്ങയുടെ ജ്യൂസുണ്ട്, അതുപോലെ വാഴത്തടയുടെ ജ്യൂസുണ്ട്. ഇത് മെയിനായിട്ടും നമ്മൾ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളുടെ അകത്തുള്ള വിഷാംശമായിട്ടുള്ള കാര്യങ്ങൾ അതിനൊക്കെ ഒന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തുള്ള കുമ്പളങ്ങയും വാഴത്തടയുടെയും ജ്യൂസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലെമൺ ഹണി ജ്യൂസുണ്ട്, ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ജ്യൂസാണ്. അതുപോലെ ശ്വാസകോശത്തിന് പറ്റിയ അസുഖങ്ങൾ, ആസ്മ, COPD, അതുപോലത്തുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലെമൺ ഹണി ജ്യൂസ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതും പഠിപ്പിച്ചു തരാം. അതേപോലെ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് ജ്യൂസുണ്ട്. അതായത് ഇത് വന്നിട്ട് ക്യാൻസറിനും നല്ലതാണ്, BP കുറയ്ക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഡയബറ്റിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഇത് ഈ ഒരു ജ്യൂസ് കൊണ്ടും നമുക്ക് നമ്മളുടെ BP എല്ലാം കുറച്ച് അതൊരു ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്കാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ കുക്കുംബർ, അതുപോലെ മിൻറ്റ്, അതുപോലെ നമ്മുടെ ചീര, ആപ്പിളും ജിഞ്ചറും കൊണ്ടുള്ള ജ്യൂസ്. ഇത് ഒരു ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്കാണ്. ഇത് കുടിക്കുന്നതിൽ നമുക്ക് ഏറ്റവും ഒരു ഉന്മേഷം കിട്ടാനും ഇപ്പോഴത്തെ വേനൽ കാലത്ത് നമുക്കതൊന്ന് തണുപ്പിക്കാനും ദേഹത്തെ ഒന്ന് കുളിർമപ്പെടുത്താനും ഈ ഒരു തരം ജ്യൂസുണ്ട്. അപ്പം നമ്മൾ ഈ ജ്യൂസുകളെല്ലാം പരിചയപ്പെടുത്തി എങ്ങനെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങയുടെ ജ്യൂസാണ്. കുമ്പളങ്ങയുടെ ജ്യൂസ് നമ്മൾ കൂടുതലായിട്ടും ഡയബറ്റിക്കാർക്ക് കൊടുക്കാറുണ്ട്. ഡയബറ്റീസിനായിരുന്നാലും ഇപ്പം കിഡ്നി പ്രശ്നമായിട്ടുള്ളവർക്കായിരുന്നാലും അവർക്ക് കൊടുക്കുന്ന തരം ഒരു ജ്യൂസാണ്. കുമ്പളങ്ങ ജ്യൂസ് ഇതിങ്ങനെ നമ്മൾ വെറും വയറ്റിൽ കുടിക്കേണ്ടതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള സ്പൈസസ് ഇടാൻ പാടില്ല. നമ്മൾ ഉപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടി ഒന്നും ഇടരുത്. ചാട്ട് മസാല ഒന്നും ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുമ്പളങ്ങയുടെ സവിശേഷതകൾ നമുക്ക് കിട്ടേണ്ടത് എല്ലാം ഒന്ന് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കാതെ വെറും വെള്ളത്തിൽ നമ്മൾ അടിച്ച് അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ പ്ലാന്റെയിൻ പിത്ത് ജ്യൂസ് അല്ലെങ്കിൽ വാഴപ്പിണ്ടിയുടെ ജ്യൂസാണ്. അത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ അതുപോലെ വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കണം.
വാഴത്തട ജ്യൂസ്. ഈ വാഴത്തട ജ്യൂസ് നമ്മളുടെ ശരീരത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ജ്യൂസാണ്. നമുക്ക് ഇപ്പോൾ കിഡ്നി രോഗങ്ങളോ ഹൃദയരോഗങ്ങളോ ഡയബറ്റീസോ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ എംപ്റ്റി സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ വെറും വയറ്റിൽ ഇരിക്കുമ്പോൾ കുടിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ജ്യൂസാണിത്. ഇനി നമ്മളിവിടെ ജ്യൂസ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസാണ്, അതായത് ABC ജ്യൂസ്. അപ്പം ഇത് പ്രമേഹ രോഗികൾക്കുള്ളതല്ല, ഇത് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് രക്തസമ്മർദ്ദം ഉള്ളവർക്കാണ് ഈ തരത്തിലുള്ള ജ്യൂസ്. പിന്നെ അതുപോലെ ക്യാൻസർ ഉണ്ടെങ്കിലും വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ഒരു ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്കാണ്. നമുക്ക് ഊർജ്ജം കിട്ടാനും പെട്ടെന്ന് എനർജി കിട്ടാനും ഈ തരത്തിലുള്ള ജ്യൂസ് നമുക്ക് അടിച്ച് കുടിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതെങ്ങനെ അടിച്ചു കുടിക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ ഇപ്പോൾ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും തോലൊക്കെ കളഞ്ഞ് അതിനെ നല്ല ഫ്രഷായിട്ട് കട്ട് ചെയ്ത് തന്നെ നമുക്ക് എടുക്കണം. ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കണം. ഫ്രഷായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ നീര് നല്ലതായിട്ട് കിട്ടത്തില്ല. നമ്മൾ കട്ട് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ന്യൂട്രിയൻസ് നമുക്ക് ലോസ്റ്റ് ആവും. അതുകൊണ്ട് കട്ട് ചെയ്ത ഉടനെ നമ്മൾ ജ്യൂസ് അടിക്കേണ്ടതാണ്. ഇതിൽ കുറച്ച് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കാം. ഈ ഒരു ABC ജ്യൂസ് നമുക്ക് അധികം സ്പൈസസോ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് അങ്ങനെ കുടിക്കാം. ഇതുപോലെ ചാട്ട് മസാലയോ ഉപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട. അഥവാ ഉപ്പ് ഉപയോഗിക്കുകയാണെങ്കിലും ഇന്ദുപ്പ് ഉപയോഗിക്കാം, പക്ഷേ നിർബന്ധമില്ല. അതുപോലെ ഇതിൽ കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ അതിനാണ് നമ്മൾ ഒരു ആപ്പിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആപ്പിളിൻ്റെ ചെറിയ മധുരം കാണും. ഇനി അത് വേണ്ട എങ്കിൽ ജസ്റ്റ് ഒരു ഹണി ഉപയോഗിക്കുക, കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുക. ഇല്ലാതെ നമ്മൾ അത്രയും റോ ആയിട്ട് എത്ര കഴിക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പം ഇത് അങ്ങനെ രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. 11 മണിക്ക് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈവനിങ് ആണെങ്കിലും ചായക്കും കോഫിക്കൊക്കെ പകരം കുടിക്കാനും നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ആഹാരത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് പകുതിയും നമ്മൾക്ക് പ്രമേഹത്തെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ പ്രമേഹം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ യോഗയിലൂടെയാണ്. യോഗയും അതുപോലെ നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. യോഗയിൽ കൂടി എങ്ങനെയാണ് കൊണ്ടുവരാമെന്ന് വെച്ചാൽ, യോഗയിൽ നമ്മൾ ലൂസനിങ് എക്സസൈസ് ചെയ്യണത്, സൂക്ഷ്മ വ്യായാമം, അതുപോലെ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യണത്, ചന്ദ്ര നമസ്കാരം ചെയ്യണത്, പിന്നെ അതുപോലത്തുള്ള എക്സസൈസസ്, ആസനാസ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രാണായാമവും മെഡിറ്റേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് ഷുഗറിനെ നമുക്ക് മാനസികമായിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് അണ്ടർ നല്ലൊരു യോഗ ഇൻസ്ട്രക്ടറിൻ്റെ കയ്യിലോ അവരുടെ അടുത്ത് പോയിട്ട് വേണം നമ്മളിത് സ്വന്തമായിട്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തെ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ നമ്മൾ അങ്ങനെ ആലോചിച്ച് അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഈ ആഹാരവും വ്യായാമവും ഇതുപോലെ മെഡിറ്റേഷനോ ഒരുമിച്ച് ചെയ്തിരുന്നാലേ നമുക്കതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് പ്രകൃതി ചികിത്സ ചൂസ് ചെയ്യണത്, അത് കുഴപ്പമില്ല, അങ്ങനെ ചൂസ് ചെയ്യാം. പക്ഷേ നമ്മളൊരു രോഗാവസ്ഥ വരും മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രകൃതി ചികിത്സയിലൂടെ. അതായത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് ഒരു അസുഖം വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളുടെ വയറിനോ നമ്മളുടെ ശരീരത്തിലോ എവിടെയും ഒരു ഭാഗം നമ്മൾ അസുഖമായിട്ടുള്ള രീതിയുള്ള അവസ്ഥയിൽ വെക്കാതെ നമ്മൾ അതിനെ തരണം ചെയ്യണം. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രകൃതി ചികിത്സ രീതിയിൽ അല്ലെങ്കിൽ ജീവിതശൈലി ശരിയാക്കി കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നന്ദി, നമസ്കാരം.